എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ഇന്നെന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ജെല്ലുകൾ തേക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ തേക്കുന്ന ഒരു ജെല്ലിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ആ ജെല്ല് എന്താണ്. അതായത് ഇതാണ് ആ ജെല്ല് കേട്ടോ. ഇത് ഫ്ലാക്സ് സീഡ് എന്ന് പറയും. എല്ലാവർക്കും അറിയാം അല്ലേ, ഫ്ലാക്സ് സീഡ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാമായിരിക്കാം. എന്നാലും ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചിലപ്പോൾ ഗുണങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇത് മെയിൻ പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളതാണ് അല്ലേ, ഫൈബർ ഉണ്ട് ഇതിൽ, എല്ലാം ഉണ്ട്. ഇത് ഇത് നമ്മൾ കുട്ടികൾക്ക് ന്യൂട്രി ഫുഡ് ഉണ്ടാക്കുമല്ലോ, ചെറുപയർ മുളപ്പിച്ച് ഉണക്കി പൊടിച്ചത്, അതിൻ്റെ കൂടെ ബദാം, പിന്നെ കാഷ്യൂനട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫ്ലാക്സ് സീഡും കഴുകി വറുത്ത് പൊടിച്ചിടും. ഇതിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ, നവധാന്യങ്ങൾ എന്ന് പറയും, നവധാന്യങ്ങൾ പൊടിച്ചുണ്ടാക്കുന്ന ന്യൂട്രി ഫുഡ്. അതിൽ മറ്റുള്ള ധാന്യങ്ങളൊക്കെ ചേർത്ത് ഉണക്കി പൊടിച്ചിട്ട് എടുക്കും. അതിൽ മുളപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നവധാന്യം. അപ്പോൾ അതിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് ഉൾപ്പെടുത്താം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് നമ്മളുടെ കൊളസ്ട്രോളിന് നല്ലതാണ്, പിന്നെ ഇൻഫ്ലമേറ്ററിക്ക് നല്ലതാണ്, പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതിന് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, ക്ലോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല ഇത്. അപ്പോൾ വളരെയധികം ഉപകാരം ഉള്ളതാണ്. അതുപോലെ ഡൈജഷൻ ശരിയാക്കും, കാരണം ഫൈബർ ഉണ്ട് ഇതിൽ. ഫൈബർ ഉള്ള കാരണം ഡൈജഷൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് ഉപയോഗങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മൾ മെയിൻ ഇത് തലയിൽ തേക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജെല്ലെടുത്തിട്ട് നമ്മൾ തലയോട്ടിയിലും മുടിയിലൊക്കെ ഇങ്ങനെ തേച്ച് അല്പം മസാജ് ചെയ്യും. ഇങ്ങനെ തലോട്ടിലൊക്കെ തേച്ച് മസാജ് ചെയ്യുമ്പോൾ രോമകൂപങ്ങളുണ്ടല്ലോ, അത് ശക്തിപ്പെടുമ്പോൾ അതിൽ നിന്നാണല്ലോ മുടി വളരുന്നത്. അങ്ങനെ മുടിയുടെ വളർച്ചയ്ക്കും കൂടി ഇത് സഹായകമാണ്. omega-3 മുടി വളർച്ചയ്ക്ക് നല്ലതാണല്ലോ. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. എനിക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, തണുപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കാരണം വൈകുന്നേര സമയങ്ങളിൽ ഞാനിത് മുടി വെടുത്തുന്ന സമയത്ത് തേച്ച് പിടിപ്പിക്കും. കുറച്ച് നേരം മസാജ് ചെയ്യും ഇത് തേച്ചിട്ട്. എന്നിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ, തേച്ച് കഴിയുമ്പോൾ ഒരു നനവുണ്ടാവും, മുടിക്കും തലോട്ടിലൊക്കെ ഒരു നനവുണ്ടാവും. അപ്പം നമ്മൾ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് വിടുത്തിയിട്ടാണ് കെട്ടിവെക്കുന്നത്. മുടി ഒരിക്കലും ഈറനോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഈരരുത് കേട്ടോ, മുടി കോംപ് ചെയ്യരുത് എന്നാണ് കേട്ടോ. കെട്ടിവെച്ചാൽ കായ പോലത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, മുടി പൊട്ടിപ്പോകും, മുടിയുടെ തുമ്പ് വിണ്ട് കീറാന്ന് പറയില്ലേ, അതെല്ലാം ഉണ്ടാകും. അപ്പം നമ്മൾ എപ്പോഴും മുടി ഉണങ്ങിയിട്ടേ നമ്മൾ ഈ മുടി കെട്ടിവെക്കാവൂ കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. മുടി നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു സിൽക്കി ഫീലിംഗ് തോന്നും. മുടി നനച്ച് കഴിയുമ്പോൾ, വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ. നല്ല സിൽക്കി ഫീലിംഗ് ഉണ്ടാകും, മുടി വളർച്ചയ്ക്കും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്ക ദിവസവും ഏതെങ്കിലും ഞാൻ ജെല്ലുകൾ മാറി ഉപയോഗിക്കും. ചിലപ്പോൾ ജെല്ലുകളായിരിക്കും ഉപയോഗിക്കുന്നത്, ചില സമയങ്ങളിൽ എണ്ണകൾ മാറി ഉപയോഗിക്കും കേട്ടോ. എണ്ണ വിടുത്തുന്ന സമയത്ത് ഒരു 3-4 തുള്ളി എടുത്തിട്ട് കയ്യിൽ തേച്ചിട്ട് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് മുടി കെട്ടി വയ്ക്കും. അങ്ങനെ ചെയ്യും. പിന്നെ ഈ മുടി വെട്ടാന്ന് പറയുമ്പോഴേ, മുടിയുടെ തുമ്പ് വെട്ടുന്നതിന് നമ്മൾ ചില ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മുമ്മ തന്നിട്ടുണ്ട്, മുടി മുറിക്കുമ്പോൾ ഞാറ്റുവേല സമയത്ത് വേണം മുടി മുറിക്കാമെന്ന് പറയും. ആ സമയത്താണ് നമ്മൾ ധാന്യങ്ങളൊക്കെ മുളപ്പിക്കുക, കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ മുളപ്പിച്ചെടുക്കുക, അതെല്ലാം. കാരണം ആ സമയത്താണ് നമ്മൾ കൂടുതലും വിഭവങ്ങൾ നട്ട് ഉണ്ടാക്കാമെന്ന് പറയും.
അതുപോലെ ആ സമയത്തായിരിക്കും മുടി മുറിക്കുമ്പോഴും മുടി വളരാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ അമ്മൂമ്മ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഞാറ്റുവേല സമയത്ത് മുടി മുറിച്ചിട്ട് മുടിയുടെ തുമ്പുണ്ടല്ലോ, തുമ്പിൽ എണ്ണ പറ്റണം, എന്നിട്ട് നന്നായിട്ട് മുടി ടൈറ്റായിട്ട് കെട്ടിവെക്കും. ഇപ്പോൾ ചിലർ പറയും ടൈറ്റായിട്ട് കെട്ടാൻ പാടില്ല, പക്ഷെ അമ്മയുടെ മുത്തച്ഛൻ വൈദ്യനായിരുന്നു. അപ്പം മുത്തച്ഛൻ ഇതുപോലെ അമ്മ ഒക്കെ കുട്ടിയായിരിക്കുമ്പോൾ പിന്നെ മുത്തച്ഛൻ്റെ മക്കള് ഇവരെല്ലാം വിളിച്ചിട്ട് മുടി ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുന്ന പറയണത്. കേരളത്തിലെ ആദ്യത്തെ കലാനിധി, ആയുർവേദ കലാനിധി പാസ്സായ ആളാണ് മുത്തച്ഛൻ. എൻ്റെ മുത്തച്ഛന് കുറേ ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു അറിവ് എനിക്കുണ്ട്. കാരണം മുത്തച്ഛന് അങ്ങനെ നിർബന്ധമാണ് കുട്ടികൾ മുടി കെട്ടാതെ കിടത്തൂല, അങ്ങനെയാണ്. അപ്പോൾ അമ്മമ്മയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ മുടി. പിന്നെ ഞാൻ തിരുപ്പതിയിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തിരുപ്പതിയിൽ മുടി മുറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരവരം വെച്ചിട്ട് ബാക്കി ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് തിരുപ്പതി പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സന്ധ്യ ദിവസങ്ങളിലൊന്നും മുടി മുറിക്കാറില്ല കേട്ടോ. അപ്പോൾ മുടി മുറിക്കാറുണ്ട്, തുമ്പ് ഞാൻ വെട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിലാണ് ഞാൻ മുറിക്കാറ് കേട്ടോ. പിന്നെ വേറെ എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത്? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ആയുർവേദ പാരമ്പര്യ കുടുംബത്തിലുള്ള ആളാണ് കേട്ടോ. 25 വർഷമായിട്ട് ആയുർവേദ ഫീൽഡിലുമാണ് കേട്ടോ. പിന്നെ അങ്ങനെയുള്ള അറിവുകളാണ്, ആ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മെയിൻ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ധാരാളം കുടിക്കുക, പകൽ സമയം വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചിട്ട് യൂറിൻ പാസ് ചെയ്യുക കേട്ടോ. ഒരുവിധം അസുഖങ്ങൾ നമ്മളുടെ മാറും ധാരാളം. ചില ഈ ഓഫീസിൽ പോകുന്ന ലേഡീസൊക്കെ ഉണ്ടല്ലോ, ഇവർ യൂറിൻ പാസ് ചെയ്യാൻ ചിലപ്പോൾ അസൗകര്യം ഉണ്ടാവാം, വേണ്ട ബാത്റൂം ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് എപ്പോഴും യൂറിൻ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ലേഡീസിനാണ് കൂടുതലുള്ളതെന്ന് പറയും. അപ്പോൾ എത്ര വേണമെങ്കിലും അവർക്ക് യൂറിൻ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ള കാരണം അവരെന്ത് ചെയ്യും, മടിച്ചിട്ട് യൂറിൻ പാസ് ചെയ്യില്ല. അത് പക്ഷേ ബ്ലാഡറിൽ നിറഞ്ഞു നിൽക്കും, അങ്ങനെ അഴുക്ക് ഫോം ചെയ്യും, അങ്ങനെ അത് യൂറിനറി ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മസ്റ്റാണ് ആ കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൽ നിന്നും ജെല്ലെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു 4 സ്പൂൺ ഫ്ലാക്സ് സീഡ് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്താൻ വെക്കണം കേട്ടോ. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുതിരാൻ പറ്റുന്നത്ര മതി കേട്ടോ. ഇത് കുതിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ജെല്ല് തിളച്ചിട്ട് ജെല്ല് പുറത്തേക്ക് വരും കേട്ടോ. അതിനാണ് ഇതിങ്ങനെ ഒന്ന് കുതിർത്താൻ വയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എടുക്കണ്ടേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുതിർത്തിയ ഫ്ലാക്സ് സീഡ് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ജെല്ല് പാകം ആകുന്നതിന് മുമ്പ് നമ്മളിത് വാങ്ങണം കേട്ടോ. ഇനി ഇളക്കി വരുമ്പോഴത്തേക്കും ഇതിൽ ഉള്ളിലുള്ള ജെല്ലെല്ലാം പുറത്തേക്ക് വരും കേട്ടോ. ജെല്ല് ആവുന്നതിന് മുമ്പേ എടുക്കണം കേട്ടോ. ആ പാകം വരുമ്പോൾ തന്നെ ഇത് നമ്മൾ വാങ്ങണം, എന്നാലേ നമുക്ക് ഇത് അരിച്ചെടുക്കാനും ഇതിൽ കംപ്ലീറ്റ് ജെല്ല് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് കട്ടയായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. 2 സ്പൂണാണെങ്കിൽ 2 സ്പൂൺ എടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഞാനിതിപ്പോൾ ഇത്തിരി കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ, എനിക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ തേക്കാറുണ്ട് കേട്ടോ.
ഈവനിങ് ടൈമിലാണ് കേട്ടോ ചെയ്യുന്നത്. മുടി വിടുത്തിയിട്ട് ജെല്ല് പുരട്ടി കൊടുക്കും തലോട്ടിലും തലമുടിയിലൊക്കെ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെക്കും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. തണുപ്പ് പറ്റാത്തവർ കുളിക്കുന്നതിന് മുമ്പ് ഇതുപോലെ തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ, വെറും വെള്ളത്തിൽ. കുഴപ്പമില്ലാത്തവരാണ് ഇത് തലയിൽ തേച്ചിട്ട് നമ്മൾ കെട്ടിവെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ പത പോലെ തന്നെ ഉണ്ടോ, തിളച്ച് വരുമ്പോൾ നമ്മൾ ചെറുതാക്കി വെക്കണം കേട്ടോ തീ, അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോവും പെട്ടെന്ന്. ഇതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കേട്ടോ ഈ തിളയ്ക്കുന്നത്. വെള്ളത്തിനും കൊഴുകൊഴ ആവും നെല്ലിൻ്റെ ഭാഗത്തിന്. നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ പദം നിന്ന് കഴിയുമ്പോൾ നമ്മൾ അല്പം കൂട്ടി വെക്കണം കേട്ടോ, പൊങ്ങിപ്പോവാൻ ഇട വരുത്തരുത്. പദം താന്ന് കഴിയുമ്പോൾ അല്പം കൂട്ടി വയ്ക്കാം. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ താത്തി കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ പതപോലെ വരുമ്പോൾ കണ്ടോ ഒരു ജെല്ല് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ, ജെൽ പരുവത്തിലാവും. വിട്ട് ഇതാണ് ജെൽ പരുവം കണ്ടോ. കൂടുതൽ ജെല്ലാവുന്നതിന് മുമ്പ് നമുക്കിത് മാറ്റണം കേട്ടോ. കണ്ടോ നൂൽ പരുവത്തിലാവണുണ്ടോ, ജെല്ലാണ് ഈ കാണുന്നത് കണ്ടോ. ഇതാണ് ജെൽപ്പരി. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഉണ്ടോ. ഇങ്ങനെയാണ് ജെല്ലാവുന്നത്. ഇതിങ്ങനെ കുറുകി വരും. ഒരുപാട് കുറുകരുത് കേട്ടോ. വെള്ള പാകത്തിൽ തന്നെ നമ്മളിത് അരിച്ചെടുക്കണേ, അല്ലെങ്കിൽ ഇത് ജെല്ലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേർതിരിക്കാൻ വിഷമമായിരിക്കും. ഈ ഫ്ലാക്സ് സീഡിൽ നിന്ന് ജെല്ല് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അരിച്ചു കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അരിപ്പേ കൂടി. അപ്പോൾ നമ്മൾ ഈ വെള്ളമാവുന്ന ജെല്ലിൻ്റെ ഈ പരുവം കണ്ടോ കാണുന്നുണ്ടല്ലോ, ഈ പരുവത്തിൽ വേണം നമ്മൾ അരിച്ചെടുക്കാൻ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ജെല്ലായിട്ട് വരും കണ്ടോ. ഇനി നമുക്കിത് അരിച്ചു വെക്കാം കേട്ടോ. ഈ ചൂടോടുകൂടി തന്നെ അരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടാൻ വിഷമമായിരിക്കും ജെല്ല്. ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ച് വെച്ചാലേ നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ ജെല്ല്. കട്ടയായാൽ നമുക്ക് ജെല്ല് ഇതിൽ നിന്ന് വേർതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടാറരുത് കേട്ടോ. ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്കിത് തുണിയിലോ അരിപ്പയിലോ ഏതിലെങ്കിലും അരിക്കാം കേട്ടോ. അപ്പോൾ ജെല്ലെടുക്കണ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഞാൻ ആ ജെല്ല് ഇതുപോലെ കുപ്പിയിലാക്കി നിറച്ച് വയ്ക്കും കേട്ടോ. ആവശ്യാനുസരണം അത് തേക്കും. അപ്പോൾ ഇതാ നിങ്ങളെ കാണിച്ചു തരാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കണ്ടോ ജെല്ലിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ വരും ജെല്ല് അല്ലേ. അതാണ് നമ്മൾ തണുക്കുന്നതിന് മുമ്പ് ചൂടോടുകൂടി ഇത് അരിക്കണം എന്ന് പറയാൻ കാരണം ഇതാണ് കേട്ടോ. ഇതിൽ നിന്ന് ആണ് നമ്മൾ തലോട്ടിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ പലതരം എണ്ണകൾ ഞാൻ തേക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. കുട്ടിക്കാലത്ത് അമ്മ എന്നെ കൂടുതലും വെന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ തേപ്പിക്കാറ്. ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമല്ലോ,
തേങ്ങാപ്പാലിൽ നിന്ന് എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ. അതാണ് അമ്മ എന്നെ തേപ്പിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എണ്ണകൾ മാറി മാറി തേക്കാൻ തുടങ്ങി. അപ്പോൾ വെന്ത വെളിച്ചെണ്ണ നല്ലതാണ്. അത് ഞാൻ വേറെ അവസരത്തിൽ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ല്. ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് ഈ മുടിയിൽ എടുത്ത് തലോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു നനവുണ്ടാകും മുടിക്ക്. നമ്മൾ ഇത് എടുത്തിട്ട് തലോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, തണുപ്പ് കുഴപ്പമില്ലാത്തവർ മാത്രമേ ഈവനിങ് ടൈമിൽ തേച്ച് പിടിപ്പിക്കാവൂ കേട്ടോ. അല്ലാത്തവർ കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈവനിങ്ങിൽ കുഴപ്പമില്ലാത്തവർ മാത്രമേ തേച്ച് പിടിപ്പിക്കാവൂ. രാസ്നാദിപ്പൊടി തേച്ചോളൂ എന്തിനും കേട്ടോ. എന്ത് നമ്മൾ തേക്കുന്നതിന് മുമ്പും രാസ്നാദിപ്പൊടി തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ചിലവർക്ക് എണ്ണ മാറി തേക്കുമ്പോൾ പ്രശ്നമാവും. തലയിൽ കൂടുതൽ പാക്ക് ഇടുമ്പോൾ നീർപ്പിടുത്തം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ തേക്കുന്നതിന് മുമ്പ് അല്പം രാസ്നാദിപ്പൊടി എടുത്ത് നിറയെ തിരുമ്മുക, എന്നിട്ട് ഈ പാക്ക് ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരുപാട് സമയം പാക്ക് ഇട്ടിരിക്കരുത് കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ അത് ശീലമാവും കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വെടുത്തുന്നത് നമ്മൾ ഹീറ്റർ ഉപയോഗിച്ചിട്ട് മുടി വെടുത്താൻ പാടില്ല കേട്ടോ. ഡ്രയർ ഉപയോഗിച്ചിട്ട് ചൂട് കൊടുക്കാൻ പാടില്ല തലയ്ക്ക് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് മുടിക്ക് വേറെ ഇത് ചെയ്യാം. അതായത് ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് നേരം ചുറ്റി വയ്ക്കാം. അധികം ചൂടല്ല, ലൈറ്റ് ചൂട് കേട്ടോ. അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് വേറെ അവസരത്തിൽ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പുകയിടുക മുടിയിൽ വേനൽക്കാലങ്ങളിലൊക്കെ, അതൊക്കെ പറഞ്ഞുതരാം കുറേശ്ശെ കുറേശ്ശെ കേട്ടോ. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തേച്ച് പിടിപ്പിക്കാനുണ്ട്. മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കും, ഉണങ്ങിയിട്ട് കെട്ടി വയ്ക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ടിപ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ കാണാം അടുത്ത ടിപ്പുമായിട്ട് കേട്ടോ. എല്ലാവർക്കും സുഖം വരട്ടെ.